Yes. So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ different sources of water കണ്ടു. What are the uses of water കണ്ടു അല്ലേ? നമ്മൾ കണ്ടു റെയിൻ വാട്ടർ is the main source of water. റെയിൻ വാട്ടർ മഴവെള്ളമാണ് മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് നമ്മൾ കണ്ടു അല്ലേ? പിന്നെ നമ്മൾ കണ്ടു എന്താണ് റിവേഴ്സിലും പോൺസിലും ലേക്സിലും ഒക്കെ വെള്ളം കൊടുക്കുന്നത് ആരാണ്? മഴയാണ് അല്ലെ? മഴ കാരണമാണ് റിവേഴ്സിലും പോണ്ടിലും ഒക്കെ വെള്ളം നിറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കുന്നത് അല്ലെ? സോ റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ നമ്മള് കണ്ടു ഓഷ്യനിലെ വെള്ളം നമ്മൾക്ക് കുടിക്കാൻ സാധിക്കില്ല, കാരണം അത് സോൾട്ടി വാട്ടർ ആണ്, ഉപ്പ് രസമുള്ള വെള്ളം ആയതുകൊണ്ട് നമുക്കത് കുടിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ ഡിഫറെന്റ് യൂസസ് ഓഫ് വാട്ടർ കണ്ടു അല്ലെ? എന്തൊക്കെയാണ് വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങള്? നമ്മള് മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്താണ്? ഡ്രിങ്കിങ്. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വെള്ളം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബ്രഷിങ് ദ ടീത്ത്, ബാത്തിങ് കുളിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴുകാൻ വേണ്ടിയിട്ട്, തുണി അലക്കാൻ വേണ്ടിയിട്ട്, പാത്രം കഴുകാൻ വേണ്ടിയിട്ട്, പിന്നെ ചെടിക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല പല ആവശ്യങ്ങൾ നമ്മൾക്ക് ഡെയിലി ലൈഫിലെ പല പല ആവശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് വായിപ്പിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പേജ് നമ്പർ 98. എല്ലാരും ടെക്സ്റ്റ് എടുത്തേ. യെസ്, ഇഷാൻ മോനെ ആദ്യം വായിച്ചേ. സോഴ്സസ് ഓഫ് വാട്ടർ എന്നുള്ളത് അത് വായിച്ചേ മോനെ. Rain is our main source of water. Rain fills up the ponds, lakes, rivers, seas, and oceans. Yes, rain is our Rain is our main source of water. Rain fills up what? Rivers, ponds, seas, ocean. Good afternoon. ആരാണ്? റെയിൻ ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഓക്കെ, മ്യൂട്ട് ചെയ്യൂ. യെസ്, സാത്വിക മോളെ അടുത്ത പേജിലത്തെ വായിച്ചേ. Water in continuous sea and ocean is സോൾട്ടി ഉപ്പ് രസമുള്ളത്. വായിച്ചേ. നോട്ട് നോക്കി വായിച്ചേ. We get വായിച്ചേ. എല്ലാരും ബുക്കിൽ നോക്കിയിരുന്നേ. ഒരാൾ വായിക്കുമ്പോ ബാക്കി എല്ലാരും ബുക്കിൽ നോക്കിയിരിക്കണം. വി ഗെറ്റ് ഡ്രിങ്കിങ് water from river, pond and lakes. Yes, we get drinking water from river, ponds and lake. ഓഷ്യനിലെയും സീയിലുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം അത് സോൾട്ടി വാട്ടർ ആണ്. ഓക്കെ, അടുത്ത പേജിലത്തെ 100 പേജിലത്തെ ആര്യമോളെ വായിച്ചേ. ഒരു മിനിറ്റ് ടീച്ചർ, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. ഇടയ്ക്ക് ആരൊക്കെയോ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ആര്യ അൺമ്യൂട്ട് ചെയ്യോ മോളെ? യെസ്, we need water too. ആദ്യത്തെ 3 യൂസ് വായിച്ചേ. എന്തൊക്കെയാണ്? Drink, brush our teeth, bath, take a bath. യെസ്, മതി. ടേക്ക് എ ബാത്ത്. ആമിന അടുത്ത 3 വായിച്ചേ. Wash fruits and vegetables, cook food, wash utensils. യെസ്, അടുത്തത് ഐശ്വര്യ. Wash clothes, grow plants, swim.
യെസ്, ഓക്കെ. ഇതൊക്കെ എന്താണ് നമ്മളിപ്പോ കണ്ടത്? യൂസസ് ഓഫ് വാട്ടർ ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, ടീച്ചർ ഇനി ഒരു കുഞ്ഞു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇവിടെ നോക്കിയിരിക്കണേ. ആര്യമോളെ, ടീച്ചറിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് വന്ന് ടീച്ചർക്ക്. Let us now learn about water. Water. Wow. Water. Let us now learn about water. Water. Wow. Water. I love water. I just love getting wet in the rain. I love to play in water for as long as I can. I just love to wear my cool sunglasses and drink cold water on a hot sunny day. Just like air, all living things need water to live. Whether it's a bird, a fish, a human being, a plant, or a bee, all living things need water to live. To live, we need water to live. Rain brings us the water we need. Rainwater fills up rivers, lakes, ponds, and oceans. The rain, we get water from the rain. Listen, my friends. Listen carefully. Water is very, very precious. Precious water? Make sure you don't waste a single drop of water. Don't waste water. We store water in many ways. By building dams and digging wells, we store water for everyone to use. Dams and wells store water. We also store water in tanks and buckets. Tanks and buckets are used to store water. All right, children. We have now reached the end of this chapter. Let's recap what we just learned. All living things need water to live. Rain brings us the water we need. We need water to do many things. ഓക്കെ, സോ നമ്മള് വാട്ടറിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടു അതിനകത്ത് റെയിൻ വാട്ടർ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. പിന്നെ റെയിൻ വാട്ടർ വഴി റിവേഴ്സും പോൺസും ലേക്കൊക്കെ വെള്ളം നിറയ്ക്കുന്നത് റെയിൻ വാട്ടർ ആണ്. ഓക്കെ, സോ വാട്ടർ ഈസ് വെരി പ്രഷ്യസ് അല്ലെ? നമ്മൾ ടീച്ചർ അത് പറയാം. അതിനു മുമ്പ് അടുത്തത് നമുക്ക് ഹൗ ടു സേവ് വാട്ടർ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിനു മുമ്പ് നിങ്ങളുടെ ആ ടെക്സ്റ്റില് ഒരു കുഞ്ഞു പോയം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേജ് നമ്പർ 102 ഒരു ചെറിയ പോയം ഉണ്ട്. ഓക്കെ, സൈറ ഒന്ന് വായിച്ച മോളെ ആദ്യത്തെ ആ 2 ലൈൻ. When there is land all around
between B shore, be shore, like or a pond will be seen. When there is land all around and water in between, be sure a lake or a pond will be seen. Okay, when there is a land, നിലത്തിന്റെ ഇടയിലായിട്ട് കുറച്ച് വെള്ളം നമ്മൾ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് റിവർ ആവാം, അല്ലെങ്കിൽ പോണ്ട് ആവാം, അല്ലെങ്കിൽ ലേക്ക് ആവാം. ചുറ്റുപാടും നിലമായിരിക്കും, നടുക്ക് കുറച്ച് വെള്ളം കാണും. നിങ്ങൾ ലേക്കും പോണ്ടൊക്കെ കണ്ടിട്ടില്ലേ? തടാകങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ചുറ്റുപാടും ലാൻഡ് ആയിരിക്കും, നടുക്ക് കുറച്ച് ഭാഗം മാത്രം വെള്ളം ഉണ്ടാവും അല്ലേ? സോ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ലേക്ക് അല്ലെങ്കിൽ പോണ്ട് എന്ന് വിളിക്കും. ഓക്കെ, യെസ്. അടുത്തത് സിയാൻ, അടുത്ത വായിച്ചേ. down the hills, it shivers, it Quivers. and forms a പോയോ സിയാൻ? ഓക്കെ, ടീച്ചർ വായിച്ചുതരാം. When the water flows down the hills, it shivers, it quivers and forms a river. റിവർ എങ്ങനെയാ ഉണ്ടാവുന്നതാ പറഞ്ഞിരിക്കുന്നത്? വലിയ മലയുടെ പുറത്തുനിന്നാണ് നമ്മുടെ നദികൾ ഉണ്ടാവുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ when the water flows down the hills, മലയുടെ പുറത്തുനിന്ന്, ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാണ്. സോ മലയുടെ പുറത്തുനിന്ന് വെള്ളം ഒലിച്ച് താഴോട്ട് വരുമ്പോൾ it shivers, it quivers, തുള്ളിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി മാറി ഒഴുകി തുള്ളിച്ചാടി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ, ഷേക്ക് ചെയ്തും കുലുങ്ങിയും ഒക്കെ താഴേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? അതൊരു റിവർ ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്വേജ. It flows and flows until joins sea. Yes, it flows and flows until it joins the seas. നമുക്കറിയാം, റിവർ, നദികളൊക്കെ ഒഴുകി അവസാനം എത്തിച്ചേരുന്ന എവിടെയാണ്? കടലിലാണ് എത്തിച്ചേരുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഫ്ലോസ് ആൻഡ് ഫ്ലോസ് until it joins the sea. സീയിലാണ് പോയിട്ട് റിവർ ഒക്കെ പോയി കൂടിച്ചേരുക. റിവറിലെ വെള്ളം ഒഴുകി സീയിൽ പോയിട്ട് ചേരും. ഓക്കെ, ലാസ്റ്റ് ലൈൻ നോക്കിക്കേ. But all these will not have their fill, and we would be in pain until it rains. Okay, so നമ്മളിലൊക്കെ റിവറും പോണ്ടും ലേക്കും ഒക്കെ പറയാണ്, എന്താണ്? ഞങ്ങളിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മഴ പെയ്യണം, എന്നാലേ ഞങ്ങളൊക്കെ നിറയുകയുള്ളൂ എന്ന് പറയാണ്. നമ്മൾ പഠിച്ചു, റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതാണ് ഈ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞങ്ങളിലൊക്കെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആര് വേണം? മഴ പെയ്തെങ്കിലേ ഞങ്ങളിലൊക്കെ വെള്ളം നിറയുകയുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ ഉണക്കൊക്കെ ഉള്ള സമയത്ത്, നമ്മള് സമ്മർ സീസണിലൊക്കെ നദികളൊക്കെ വരണ്ട് ഉണങ്ങി കിടക്കുന്നത്, വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോ അതിനുശേഷം മഴ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ആ റിവർ ഒക്കെ വീണ്ടും വെള്ളം കൊണ്ട് ഫില്ലാവും. അപ്പോ റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. റിവറുകളും പോണ്ടുകളും ലേക്കും ഒക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം എന്നാ പറഞ്ഞിരിക്കുന്നത്? മഴ വേണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്.